പൈത്തൺ ഗ്രാഫിക്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഒരു 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അത് കൃത്യമായി പ്രവർത്തിപ്പിക്കുക, അതിൻ്റെ ഔട്ട് എടുക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ കണ്ട് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്നൊക്കെ കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ എളുപ്പമാണ്. മറ്റുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോഗ്രാം എളുപ്പത്തിൽ ചെയ്യാം. വളരെ ലളിതമായി ചെയ്യാവുന്നൊരു പ്രോഗ്രാമാണ്. അത് തെറ്റാതെ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നൊരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് 1 തന്നിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക, അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും _pattern1 ഫയൽ നാമമാക്കി നൽകി സേവ് ചെയ്യാനാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് IDLE ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കുക. ഇപ്പോൾ ഒരു പൈത്തൺ ഷെല്ല് ജാലകം വന്നിട്ടുണ്ടാവും. ഇതിൽ ഈ ഷെല്ല് ജാലകത്തിലല്ല നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഫയൽ മെനുവിൽ നിന്നും ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ, ന്യൂ ഫയൽ. ഇപ്പോൾ വരുന്ന ഈ വിൻഡോയിൽ, അതായത് അൺടൈറ്റിൽഡ് എന്ന് കാണിക്കുന്ന ഈ വിൻഡോയിലാണ് ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. ചോദ്യം നോക്കാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, പെൻ സൈസ് 5, കളർ പർപ്പിൾ, പിങ്ക് എന്നിവയെല്ലാം ക്രമത്തിൽ കൃത്യമായി ടൈപ്പ് ചെയ്യുക. ഈ വാചകങ്ങളെല്ലാം കൃത്യമായി ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക. അതിൽ സർക്കിൾ, പെന്നപ്പ്, ഫോർവേഡ്, പെൻ ഡൗൺ, ലെഫ്റ്റ് നിർദ്ദേശങ്ങൾ, ഈ 5 നിർദ്ദേശങ്ങൾ ഫോർ ഐ ഇൻ റേഞ്ച് എന്നതിൻ്റെ ആ ഐയുടെ താഴെയായിട്ടായിരിക്കും വരി തുടങ്ങുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ്. നമ്മൾ അവിടെ സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ട. ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കഴ്സർ അവിടെ ആയിരിക്കും വരുന്നത്. അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് പോയാൽ മതി. എൻഡ് ഫില്ല് മാത്രം തുടക്കത്തിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ലെഫ്റ്റ് കഴിഞ്ഞ് അടുത്തത് എൻഡ് ഫില്ല് ടൈപ്പ് ചെയ്യുമ്പോഴും ലെഫ്റ്റിന് അടുത്തായിരിക്കും വരുന്നത്. അവിടെ ഒരു ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ എൻഡ് ഫില്ല് തുടക്കത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാം. ഇതുപോലെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന എന്താണോ അത് കൃത്യമായി, അത് കോമയാണെങ്കിലും ഇൻവെർട്ടർ കോമയാണെങ്കിലും അണ്ടർസ്കോർ ആണെങ്കിലും ബ്രാക്കറ്റ് ആണെങ്കിലും കോളൻ ആണെങ്കിലും എല്ലാം കൃത്യമായി ചോദ്യം എടുത്ത് വെച്ച് നോക്കി കൃത്യമായി അത് നോക്കി ആ അക്ഷരങ്ങൾ നോക്കി അങ്ങ് ടൈപ്പ് ചെയ്യുക മാത്രമേ വേണ്ടൂ. കൃത്യമായി അത് ടൈപ്പ് ചെയ്യുക. ഇത് സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പരും pattern1 എന്നായിട്ട് സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിനെ സേവ് ചെയ്യാം. ഫയൽ മെനുവിൽ നിന്നും സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ ഫയൽ നെയിം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, _pattern1. pattern1 എന്ന് സേവ് ചെയ്യുന്നു. ഇനി ഇതിനെ നമുക്ക് റൺ ചെയ്യാം. റൺ മെനുവിൽ നിന്നും റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയതായിട്ട് കാണാം. ഇനി ചെയ്യാനുള്ളത് ഈ ഒന്നാമത്തെ ഔട്ട്പുട്ടിനെ രണ്ടാമത്തെ ഔട്ട്പുട്ട് 1 എന്നത് ഔട്ട്പുട്ട് 2 ആക്കി മാറ്റുക. അതിനു വേണ്ടിയിട്ട് ചോദ്യത്തിൽ തന്നിട്ടുള്ള നിർദ്ദേശങ്ങളിലോട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതിൽ കളർ പർപ്പിൾ എന്നത് രണ്ടാമത്തെ ഔട്ട്പുട്ടായി മാറുമ്പോൾ കളറ് ബ്ലാക്കായി മാറുന്നു. പിങ്ക് എന്ന നിറം രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ യെല്ലോ ആയി മാറുന്നു. ഈ മാറ്റങ്ങൾ മാത്രം നൽകിയാൽ മതി. തയ്യാറാക്കിയിരിക്കുന്ന പ്രോഗ്രാമിൽ പുതിയ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട. ഒന്നാമത്തെ ഔട്ട്പുട്ട് അധ്യാപകരെ കാണിച്ച ശേഷം രണ്ടാമത്തേൽ പർപ്പിൾ എന്നത് ആ വാക്ക് മാറ്റി ബ്ലാക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. പിങ്ക് എന്നത് മാറ്റി യെല്ലോ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ 2 മാറ്റങ്ങൾ മാത്രമേ ചോദ്യത്തിൽ
ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിനെ സേവ് ചെയ്യുക, ഫയൽ സേവ്. നമ്മൾ മുന്നേ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫയൽ സേവ് മാത്രം നൽകിയാൽ മതി. റൺ മൊഡ്യൂൾ. രണ്ടാമത്തെ ഔട്ട്പുട്ട് എത്തിക്കഴിഞ്ഞു. ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ ഔട്ട്പുട്ടിൽ നിന്നും രണ്ടാമത്തെ ഔട്ട്പുട്ട് കിട്ടിയതായിട്ട് കാണാം. ക്ലോസ് ചെയ്യാം. അടുത്ത ചോദ്യം പരിശോധിക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _pattern2 ഫയൽ നാമമാക്കി നൽകി സേവ് ചെയ്യുക. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട്, അത് ഗ്രാഫിക്സ് വിൻഡോ തുറക്കുന്നതിനുള്ള നിർദ്ദേശമാണ്. കളർ എന്നത് പർപ്പിളാണ്. ബിഗിൻ ഫില്ല് ഫോർ ഐ ഇൻ റേഞ്ച് 8, റൈറ്റ് 45, ഫോർ ജെ ഇൻ റേഞ്ച് 5, ഫോർവേഡ് 90, ഡോട്ട് 20, റൈറ്റ് 72, കളർ പിങ്ക്, എൻഡ് ഫിൽ. ഇവിടെയും ചോദ്യങ്ങളുടെ ഈ കോഡിങ്ങിൻ്റെയും പ്രോഗ്രാം ലാംഗ്വേജിൻ്റെയും ആഴങ്ങളിൽ ഇറങ്ങിപ്പോവാതെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ നിറങ്ങൾ മാറുന്നത് മാത്രമാണ് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഔട്ട്പുട്ട് 1 പർപ്പിൾ എന്ന നിറം രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ ബ്ലാക്ക് ആയി മാറുന്നു. ഔട്ട്പുട്ട് 1 പിങ്ക് എന്ന നിറം രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ യെല്ലോ ആയി മാറുന്നു. ഈ രണ്ട് ഭാഗങ്ങളിലുള്ള മാറ്റം മാത്രം മതി പരീക്ഷയുടെ പ്രവർത്തനം പൂർത്തിയാക്കാൻ. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് IDLE തുറക്കുന്നു. ഫയൽ മെനുവിൽ നിന്നും ന്യൂ ഫയൽ സെലക്ട് ചെയ്യുക. അതിലേക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്ന് തുടങ്ങുന്ന ആ പ്രോഗ്രാമിൽ ഫോർ ഐ ഇൻ റേഞ്ച് എന്ന ഭാഗത്തിന് താഴെയായിട്ട് കുറച്ചുള്ളിലേക്കാണ് 2 വരികൾ നിൽക്കുന്നത്. ഫോർ ജെ ഇൻ റേഞ്ച് എന്ന ഭാഗത്തിനുള്ളിലേക്കാണ് 3 വരികൾ നിൽക്കുന്നത്. ശേഷം വരുന്ന കളർ എൻഡ് ഫില്ല്, കളർ പിങ്ക്, എൻഡ് ഫില്ല് എന്നിവ തുടക്കത്തിലേക്ക് ക്രമീകരിക്കുക. അതിനുശേഷം ഇതിനെ സേവ് ചെയ്യുക. ഫയൽ സേവ്. ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. pattern 2 എന്ന പേര് നൽകി സേവ് ചെയ്യുന്നു. ഇനി ഇത് റൺ ചെയ്യാം. റൺ മെനുവിൽ നിന്നും റൺ മൊഡ്യൂള് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമുക്ക് ചോദ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് കാണാം. ഈ ഒന്നാമത്തെ ഔട്ട്പുട്ടിനെ രണ്ടാമത്തെ ഔട്ട്പുട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ചോദ്യം. അതിനായി പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. പർപ്പിൾ എന്നത് ബ്ലാക്ക് ആക്കി മാറ്റുക. പിങ്ക് എന്നത് യെല്ലോ ആക്കി മാറ്റുക. ഈ 2 മാറ്റങ്ങൾ മാത്രം മതിയാവും. ശേഷം സേവ് ചെയ്യുക. റൺ മെനുവിൽ നിന്നും റൺ മൊഡ്യൂൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ടും കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം നോക്കാം. ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രവർത്തനങ്ങളുടെ രീതി തന്നെയാണ്. തെറ്റാതെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പൈത്തൺ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ.
ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും _pattern3 എന്ന വാചകം കൂടെ ചേർത്ത് ഫയൽ നാമമാക്കി നൽകി സേവ് ചെയ്യുക. ഇവിടെയും ചോദ്യം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഔട്ട്പുട്ടിൽ പർപ്പിൾ നിറത്തിലുള്ളത് രണ്ടാമത്തെ ഔട്ട്പുട്ടിൽ ബ്ലാക്ക് ആണ്. ഒന്നാമത്തെ ഔട്ട്പുട്ടിലെ പിങ്ക് രണ്ടാമത്തെ ഔട്ട്പുട്ടിലെ യെല്ലോ ആണ്. അത് മാത്രമേ മാറ്റാനായിട്ടുള്ളൂ. ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ്, IDLE എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കുക. ഫയൽ മെനുവിൽ നിന്നും ന്യൂ ഫയൽ തിരഞ്ഞെടുക്കുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. അതിലെ അവസാനത്തെ വാചകം എൻഡ് ഫില്ല് മാത്രം തുടക്കത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക. സേവ് ചെയ്യാം. ഫയൽ സേവ്. ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. pattern3 എന്ന പേര് കൂടി നൽകുന്നു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൺ ചെയ്യാം. ഒന്നാമത്തെ ഔട്ട്പുട്ട്, ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഔട്ട്പുട്ട് ലഭ്യമായി. രണ്ടാമത്തെ ഔട്ട്പുട്ടിലേക്ക് എത്താൻ പർപ്പിൾ എന്നത് ബ്ലാക്ക് ആകണം, പിങ്ക് എന്നത് യെല്ലോ ആകണം. ആ മാറ്റങ്ങൾ മാത്രം വരുത്താം. പർപ്പിളിനെ ബ്ലാക്ക് ആക്കുന്നു, പിങ്ക് എന്നത് യെല്ലോ ആക്കി മാറ്റുന്നു. സേവ് ചെയ്യുക. റൺ മെനുവിൽ നിന്നും റൺ മൊഡ്യൂൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ ഔട്ട്പുട്ടായി മാറിക്കഴിഞ്ഞു. ഇപ്രകാരം പൈത്തണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ 3 വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. ആ നിറം മാറ്റുക എന്നുള്ളൊരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. തെറ്റാതെ ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇൻവെർട്ടർ കോമ, ബ്രാക്കറ്റ്, അണ്ടർസ്കോർ ഇവയെല്ലാം തെറ്റാതെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് തന്നെ ലഭ്യമാകും. 2021 IT പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ചോദ്യങ്ങളും കണ്ട ശേഷം കൂടുതൽ ആവർത്തിച്ച് കണ്ട് എല്ലാം കൃത്യമായി മനസ്സിലാക്കുക. താങ്ക് യു.